ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇക്കാൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. ഇപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ച് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ്. ഇപ്പം നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു 4:30 കൂടിയാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ലൊരു വെയിലാണ്. ഈ ഒരു ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബീച്ചാണ്, നല്ല നീറ്റാണ് ഇവിടെ. പിന്നെ എന്താ പറയുക, ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബീച്ചിലൊന്നാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡ്രൈവിംഗ് ബീച്ചിലൊന്നാണ് ഈ ഒരു ബീച്ച്. ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ആളുകൾ വണ്ടി കൊണ്ടൊക്കെ വരുന്നത് ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സ്നാക്സും ചായയും എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. വേറെ എവിടെ വിളിച്ചാലും വന്നിട്ടില്ലെങ്കിലും ഇവർ ബീച്ചിലേക്കാണെങ്കിൽ എന്തായാലും ഇവർ വരും. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇക്ക നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 6-6:30 മണിയായിട്ട് നമ്മൾ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി എന്താ പറയണ്ടേ, നമ്മൾ പോവാനായിട്ട് നിന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ വിടുന്ന സമയത്ത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ആ ഒരു ടൈമിലാണ് ഇങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കിലെല്ലാം പെട്ടു. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി. പിന്നെ അതിനുശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കയറി. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ എന്താ പറയുക, കതിരൂരിലെ ഹൊമാസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ് ഇത്. കാരണം വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. പിന്നെ കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഡീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.